ഇന്ന് ഡേറ്റ് 10 ജനുവരി 2022. നമുക്ക് തുടങ്ങാം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമ. ഹരേ നാരായണ. ഇനി നമുക്ക് പാരായണം ആരംഭിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമഃ. നവമസ്കന്ധം അഥ ദ്വാവിംശതിതമോऽധ്യായഃ. ശ്രീശുക ഉവാച. മിത്രേയുശ്ച ദിവോ ദാസാദ് ചവനത്തൽസുതോ നൃപ സുദാസ സഹദേവോദ സോമഗോ ജന്തുജന്മകൃത് തസ്യ പുത്രശതം തേഷാം യവീയാൻ പ്രശദസുതാ ദ്രുപദോ ദ്രൗപദീ തസ്യ ദൃഷ്ടദ്യുമ്നാദയഃ സുതാഃ. ദൃഷ്ടദ്യുമ്നാദ് ദൃഷ്ടകേതുർഭാർമ്യാ പഞ്ചാലകാ ഇമേ യോ അജമീഡസുതോ ഹ്യന്യ ഋക്ഷസംവരണസ്തതാം. തപത്യാം സൂര്യകന്യായാം കുരുക്ഷേത്രപതി കുരു പരീക്ഷിത് സുതനുർജന്യോ നിഷദാശ്വപുരോ സുതാം. സുഹോത്രോ ഭൂസുധനുഷച്ചവനോദ തദകൃതി വസുതസ്യോപരിചരോ ബൃഹദ്രഥമുഖാസ്തതാം. കുശാംബ മത്സ്യപ്രത്യഗ്ര ചേദിവാദ്യാശ്ച ചേദിവാഃ ബൃഹദ്രഥാദ് കുശാഗ്രോ ഭൂദ് ഋഷവത്തസ്യ തൽസുതാം. ജജ്ഞേ സത്യഹിതോപത്യം പുഷ്പവാം തൽസുതോ ജഹു അന്യസ്യാം ചാപി ഭാര്യായാം ശകലേ ദ്വേ ബൃഹദ്രഥാദ്. തേ മാത്രാ ബഹിരുത്സൃഷ്ടേ ജരയാ ചാഭിസന്ധിതേ ജീവജീവേതി ക്രീഡന്ത്യാ ജരാസന്ധോപവത്സുതാം. തതശ്ച സഹദേവോ ഭൂത് സോമാഭിർയത്സുതശ്രവാഃ പരീക്ഷിതനവത്യോ ഭൂൻ സുരതോ നാമ ജാന്യവാം. തതോ വിദൂരതത്തസ്മാത് സാർവഭൗമസ്തതോ ഭവത് ജയസേനസ്തത്തനയോ രാധിഗോദോ ഐതോ ഹ്യഭൂത്. തതശ്ച ക്രോധനസ്തസ്മാത് ദേവാതിഥിരമുഷ്യജാം ഋഷ്യസ്തസ്യ ദിലീപോ ഭൂത് പ്രദീപത്തസ്യ ചാത്മജാം. ദേവാഭി ശന്തനുസ്തസ്യ ബാൽഹീക ഇതി ചാത്മജാഃ പിതൃരാജ്യം പരിത്യജ്യ ദേവാഭിസ്തുവനം ഗതാ. അഭവത് ശന്തനോ രാജാ പ്രാഗ് മഹാഭിഷസംജ്ഞിതാ യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേധി സാ. ശാന്തിമാപ്നോതി ചൈവാഗ്ര്യാം കർമ്മണാ തേന ശന്തനോ സമാ 12 തദ്രാജ്യേ നവവർഷ യഥാ വിഭോ. ശന്തനു ബ്രാഹ്മണേരുക്ത പരിവേത്തായമഗ്രഭുഗ് രാജ്യം ദേഹ്യഗ്രജായാശു പുരരാഷ്ട്രവിവൃദ്ധയേ. ഏവമുക്തോതി ജ്യേഷ്ഠം ചന്തയാമാസ സോബ്രവീത് തന്മന്ത്രിപ്രഹിതേ വിപ്രേ വേദാദിഭ്രംശിതോ ഗിരാം. വേദവാദാദിവാദാൻ വേ തഥാ ദേവോ വവർഷഃ ദേവാഭിർയോഗമാസ്തായ കലാപഗ്രാമമാശ്രിതാ. സോമവംശേ കലോ നഷ്ടേ കൃതാദോ സ്ഥാപയിഷ്യതി ബാൽഹീക സോമദത്തോ ഭൂത് ഭൂരിർഭൂരിശ്രവാസ്തതാം. ശലശ്ച ശന്തനോരാസീത് ഗംഗായാം ഭീഷ്മ ആത്മവാൻ സർവധർമ്മവിദാം ശ്രേഷ്ഠോ മഹാഭാഗവത കവി. വീരയുധാഗ്രണീര്യേണ രാമോപി യുധിതോഷിതാം ശന്തനോർദാശകന്യായാം ജജ്ഞേ ചിത്രാംഗദസുതാ. വിചിത്രവീര്യശ്ചാവിരജോ നാംനാ ചിത്രാംഗദോ ഹരാ യസ്യാം പരാശരാത് സാക്ഷാത് അവതീർണോ ഹരേ കലാം. വേദഗുപ്തോ മുനികൃഷ്ണോ യഥോഹമിതമദ്യകാം ഹിത്വാ സ്വശിഷ്യാൻ പൈലാദീൻ ഭഗവാൻ ബാധരായണാം. മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യമിതം ജഗൗ വിചിത്രവീര്യോദോ വാഹ കാശിരാജസുതേ ഫലാദ്. സ്വയംവരാദുപാനീതേ അംബികാം ബാലികേ ഉഭേ തയോരാസക്തഹൃദയോ ഗൃഹീതോ യക്ഷ്മണാ മൃതാം. ക്ഷേത്രേ അപ്രജസ്യ വൈ ഭ്രാതുർ മാത്രോക്തോ ബാധരായണ ധൃതരാഷ്ട്രം ച പാണ്ഡും ച വിതുരം ചാപ്യജീജനത്. ഗാന്ധാര്യാം ധൃതരാഷ്ട്രസ്യ ജജ്ഞേ പുത്രശതം നൃപ തത്ര ദുര്യോധനോ ജ്യേഷ്ഠോ ദുശ്ശളാ ചാഭികന്യകാം. ശാപാത്മൈഥുനരുദ്ധസ്യ പാണ്ഡോ കുന്ത്യാം മഹാരഥാം ജാതാ ധർമാനിലേന്ദ്രേഭ്യോ യുധിഷ്ഠിരമുഖാസ്ത്രയാം. നകുലസഹദേവശ്ച മാധ്ര്യാം നാസത്യതശ്രയോഃ ദ്രൗപദ്യാം പഞ്ചപഞ്ചഭ്യ പുത്രാസ്തേ പിതരോ ഭവൻ.
യുധിഷ്ഠിരാത് പ്രതിവിന്ദ്യ ശ്രുതസേനോ മൃഗോദരാത് അർജുനാത് ശ്രുതകീർത്തിസ്തോ ശതാനീകസ്തു നാകുലേ സഹദേവസുതോ രാജൻ ശ്രുതകർമ്മ തഥാവരേ യുധിഷ്ഠിരാത്തു പൗരവ്യാം ദേവഗോദഖഡോത്ഖജാം ഭീമസേനാം ഹിഡിംബായാം കാള്യാം സർവഗതസ്തദാ സഹദേവാസുഹോത്രം തു വിജയാസൂത പാർവതി കരേണുമത്യാം നകുലോ നിരമിത്രം തഥാർജുന ഇരാവന്തമുലൂഭ്യാം വൈ സുതായാം ബഭ്രുവാഹനം മണിപൂരപദേ സോഭി തത്പുത്രപുത്രികാ സുതാ തവ താത സുഭദ്രായാം അഭിമന്യുരജായതാം സർവാധിരഥജിദ്വീര ഉത്തരായാം തതോ ഭവാൻ പരീക്ഷിണേഷു പുരുഷോ ദ്രൗണേ ബ്രഹ്മാസ്ത്രതേജസാ ത്വം ച കൃഷ്ണാനുഭാവേന സജീവോ മോചിതോന്തകാത് തവേമേ തനയാസ്താദാ ജനമേ ജയപൂർവകാഃ ശ്രുതസേനോ ഭീമസേന ഉഗ്രസേനശ്ച വീര്യവാൻ ജനമേ ജയസ്ത്വാം വിദിത്വാ തക്ഷകാനിധനം ഗതം സർപ്പാൻ വേ സർപ്പയാഗാഗ്നോ സഹോഷ്യതേ വൃഷാന്യതാ കാവശേയം പുരോധായ തുരം തുരുകമേതയാട് സമന്താത് പൃഥ്വീം സർവാം ജിത്വാ യക്ഷിതി ചാധ്വരേ തസ്യ പുത്രശതാനീകോ യാജ്ഞവൽക്യാത് ത്രയീം പടൻ അസ്ത്രജ്ഞാനം ക്രിയാജ്ഞാനം ശൗനകാത് പരമേശ്വരേ സഹസ്രാനീക തത്പുത്ര തതശ്ചൈവ അശ്വമേധജ അസീമകൃഷ്ണ തസ്യാപി നേമിചക്രസ്തു തത്സതാം ഗജാഹുയേ ഹൃദേ നദ്യാഘോഷാഭ്യാം സാധുവത്സരി ഉക്തസ്തത ചിത്രരഥ തസ്മാത് കവിരഥസുതാ തസ്മാത് ച വൃഷ്ടിമാം തസ്യ സുഷേണോദമഹീപതി സുനീതത്തസ്യ ഭവിതാ നൃജക്ഷോര്യത് സുഖീനലാം പരിപ്ലവസുതത്തസ്മാത് മേധാവി സുനയാത്മജ നൃപഞ്ജയസ്തതോ ദുർവ തിമി തസ്മാത് ജനിഷ്യതി തിമേർബൃഹദ്രഥസ്തസ്മാത് ശതാനീകസുതാ സജ ശതാനീകാ ദുർധമന തസ്യാവത്യം മഹീനരാം ദണ്ഡപാണിർനിമിത്തസ്യ ക്ഷേമഗോ ഭവിതാ നൃപാക്ഷ് ബ്രഹ്മക്ഷത്രസ്യ വൈ പ്രോക്തോ വംശോ ദേവർഷി സത്കൃതാ ക്ഷേമകം പ്രാപ്യ രാജാനം സംസ്ഥാം പ്രാപ്സ്യതി വൈ കലൗ അധ മാഗധരാജാനോ ഭവിതാരോ വദാമിതേ ഭവിതാ സഹദേവസ്യ മാർജാരി യത്സുതശ്രവാഹം തതോ ഐതായി തസ്യാവി നിരമിത്രോദ തൽസുതാം സുനക്ഷത്രാത് ബൃഹത്സേനോദ കർമ്മജിത് തത സൃതഞ്ജയാ വിപ്ര ശുചിസ്തസ്യ ഭവിഷ്യതി ക്ഷേമോദ സുവ്രതത്തസ്മാധർമ്മസൂത്രശമസ്തദാ ദ്വിമത്സേനോദ സുമതി സുബലോ ജനിതാ തദാം സുനീത സത്യജിത് അഥ വിശ്വജിത് യത് രിപുഞ്ജയ ബാർഹദ്രതാശ്ച ഭൂപാലാ ഭാവ്യാ സാഹസ്രവത്സരം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം നവമസ്കന്ധേ ദ്വാവിംശതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് പറയുന്നത് 22-ാമത്തെ അധ്യായത്തിലെ 9-ാമത്തെ സ്കന്ധത്തിലെ 22-ാം അധ്യായത്തിലെ പാണ്ഡവ വംശത്തിൻ്റെ വർണ്ണനയെ പറ്റിയിട്ടാണ് നമുക്ക് ഇവിടുന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു, ആ മുദ്ഗലൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ബ്രാഹ്മണ വംശത്തിലെ രാജാവ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ഭർമ്യാശ്വൻ്റെ പുത്രനായിട്ടുള്ള മുദ്ഗലന് ദിവോദാസൻ എന്ന പുത്രനും അഹല്യ എന്നൊരു പുത്രി ഉണ്ടായി എന്ന് പറഞ്ഞു. ഇരട്ടകളായിട്ടുള്ള കുട്ടികളാണ് ഉണ്ടായിരുന്നത്. അഹല്യയെ ഗൗതമ മഹർഷി വിവാഹം ചെയ്തു. ആ ഗൗതമ മഹർഷി സീതയുടെ അച്ഛനായിട്ടുള്ള ജനകൻ്റെ രാജഗുരുവായിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ പുത്രനായിട്ടുള്ള മുദ്ഗലൻ്റെ പുത്രനായിട്ടുള്ള ശിവോദാസൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിൻ്റെ കഥയാണ് പറയണത്. അത് ശിവോദാസനിൽ മിത്രേയു എന്നൊരു പുത്രനുണ്ടായി എന്നാണ് പറഞ്ഞത്. അതാണ് മിത്രേയുശ്ച ദിവോദാസ. മിത്രേയു എന്ന് പറഞ്ഞ പുത്രൻ ദിവോദാസൻ്റെ ഉണ്ടായി. ആ മിത്രേയുവിന് 4 പുത്രന്മാർ ജനിച്ചു എന്നാണ് പറഞ്ഞത്. ആരൊക്കെയാണ്? ചെവനത്തത്സുതോ നൃഭ എന്നാണ് പറഞ്ഞത്. പിന്നെ ആരൊക്കെയാണ്? സുദാസ, സഹദേവോധ, സോമകോ, ജന്തുജന്മകൃത് എന്നാണ് പറഞ്ഞത്. മിത്രേയുവിന് 4 പുത്രന്മാർ ജനിച്ചു. അവരാണ് ചെവനൻ, സുദാസൻ, സഹദേവൻ, സോമകൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ സോമകൻ്റെ പുത്രനാണ് ജന്തു. അതാണ് ജന്തു ജന്മകൃത് എന്ന് പറയുന്നത്. ജന്തു എന്ന പേരിലുള്ള ഒരു പുത്രനുണ്ടായി എന്നാണ് പറയുന്നത്. തസ്യ പുത്രശതം തേഷാം
യവീയാൻ പൃഷതസ്സുത ദ്രുപദോ ദ്രൗപദീ തസ്യ ദൃഷ്ടദ്യുപ്നാദയസ്സുത. അതാണ് പുത്രശതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 പുത്രന്മാർ. സോമകന് പിന്നീട് ഈ ജന്തുവിൻ്റെ പുറമെ 100 പുത്രന്മാരുണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ അവരിൽ മൂത്തവനായിട്ടുള്ള പുത്രനാണ് ജന്തു എന്ന് പറയണത്. ആ അവസാനത്തെ പുത്രനാണ് പൃഷധൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകൻ. അതാണ് പൃഷധ സുത എന്ന് പറഞ്ഞത്. പൃഷധനാണ് ഏറ്റവും അവസാനത്തെ പുത്രൻ. ആ പൃഷധൻ്റെ പുത്രനാണ് ദ്രുപദൻ എന്നും ദ്രൗപദി എന്ന പുത്രിയും ഉണ്ടായി എന്നാണ് പറയുന്നത്. പിന്നെ ദൃഷ്ടദ്യുപ്നായ സുത എന്ന് പറയുന്നത്. ദ്രുപദന് ദ്രൗപദി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രി ഉണ്ടായി. പിന്നെ കൂടെ ദൃഷ്ടദ്യുമ്നൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുത്രനുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ പൃഷധൻ്റെ പുത്രൻ ദ്രുപദന് ദ്രൗപദി എന്ന പുത്രിയും ദൃഷ്ടദ്യുമ്നൻ എന്ന പുത്രനും ഉണ്ടായി എന്ന് പറഞ്ഞു. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ദൃഷ്ടദ്യുപ്നാത് ദൃഷ്ടകേതു. ദൃഷ്ടദ്യുമ്നന് ദൃഷ്ടകേതു എന്ന പുത്രനുണ്ടായി. അങ്ങനെ ഭാർമ്യ പഞ്ചാലകായിമേ എന്നാണ് പറഞ്ഞത്. ആ ഭർമ്യാശൻ്റെ വംശത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവരൊക്കെ. ഭർമ്യാശൻ എന്ന് പറഞ്ഞിട്ടുള്ള മുന്നേ പറയണ്ടായി. അവരെ പാഞ്ചാലന്മാർ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലാണ് ഇത്രയും പ്രസിദ്ധരായത്. അതാണ് ഭാർമ്യന്മാർ പാഞ്ചാലക പറഞ്ഞിട്ടുള്ള പേരിലാണ് ദൃഷ്ടദ്യുമ്നനും ദ്രുപദനും ദ്രൗപദിയും ഒക്കെ ദൃഷ്ടകേതുവൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെ അജമീഡസുധോ ഹ്യന്യ ഹൃക്ഷ സംവരണസ്തഥ എന്ന് പറഞ്ഞു. ആ ഹസ്തിയുടെ പുത്രനായിട്ടുള്ള അജമീഡൻ മറ്റൊരു പുത്രൻ കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹൃക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയണ്ടായി ഹസ്തിയുടെ പുത്രൻ ഒരു അജമീഡനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയണ്ടായി. ആ വേറെ പുത്രനാണ് ഹൃക്ഷൻ എന്ന് പേരായിട്ടുള്ള ഹൃക്ഷൻ എന്ന് പേരുണ്ടായിരുന്നത്. ആ ഹൃക്ഷൻ്റെ പുത്രനാണ് സംവരണൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ. അതാണ് സംവരണസ്തഥ എന്ന് പറയുന്നത്. പിന്നെന്താണ് 4ാമത്തെ ശ്ലോകത്തിൽ തപത്യാം സൂര്യകന്യായാം കുരുക്ഷേത്ര പതിക്കുരു പരീക്ഷിത് സുധനുർജഹ്നുർ നിഷിതാശ്വകുരോസുധ എന്നാണ് പറഞ്ഞത്. ആ സംവരണന് സൂര്യൻ്റെ മകളായിട്ടുള്ള തപതി, അതായത് സൂര്യന് ഛായ എന്ന പത്നിയിൽ ജനിച്ച കുട്ടിയാണ് തപതി എന്ന് പറയുന്നത്. അപ്പോൾ ആ സൂര്യൻ്റെ മകളായ തപതിയിൽ സംവരണന് കുരുക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ള കുരു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മകനുണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് കുരുക്ഷേത്രപതി. കുരുവംശം ഉണ്ടാക്കിയിട്ടുള്ള ആ കുരു എന്ന് പറഞ്ഞിട്ടുള്ള മകൻ ജനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടുന്നാണ് നമ്മൾ കേൾക്കുന്ന കുരുവംശത്തിൻ്റെ ആ ഒരു കഥ, കൗരവന്മാരുടെ കഥയും അതുപോലെ പാണ്ഡവന്മാരുടെ കഥയൊക്കെ പറയുന്നത് ഇവിടുന്നാണ് തോന്നുന്നത്. ആ കുരുവിന് 4 പുത്രന്മാരുണ്ടായി എന്നാണ് പറഞ്ഞത്. ആരൊക്കെ പേര്? പരീക്ഷിത്, സുധനുർ, ജഹ്നുർ, നിഷിതാശ്വ. പരീക്ഷിത്ത്, സുധനുസ്, ജഹ്നു, നിഷദാശ്വൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ 4 പേരാണ് മക്കളുണ്ടായിട്ടുള്ളതെന്ന് പറയണത്. അതാണ് കുരോസുത, നിഷിതാശ കുരോസുത. കുരുവിൻ്റെ പുത്രന്മാരാണ് ഉള്ളത്. ഇനി അതിൽ ഓരോരുത്തരെ പറ്റിയിട്ട് പറയാം. എന്താ പറയണത്? സുധനുസിന്, അതാണ് സുഹോത്രോ അഭൂത് സുധനുഷ. ചവനോത തഥാകൃതി വസുസ്തസ്യ ഉപരിചരോ ബൃഹദ്രഥമുഖസ്തഥാ എന്നാണ് പറഞ്ഞത്. ഈ സുധനുസിന് സുഹോത്രൻ എന്ന് പറഞ്ഞ പുത്രനുണ്ടായി. ആ സുഹോത്രൻ്റെ പുത്രനാണ് ച്യവനൻ എന്ന് പറഞ്ഞിട്ടൊരു പുത്രനുണ്ടായി. ആ ച്യവനൻ്റെ പുത്രനാണ് കൃതി എന്ന് പറഞ്ഞിട്ടൊരു പുത്രനുണ്ടായി എന്നാണ് പറയുന്നത്. അതാണ് തഥാകൃതി വസുസ്തസ്യ ഉപരിചരോ എന്നുണ്ടെങ്കിൽ ആ കൃതിയുടെ പുത്രനായിട്ടാണ് ഉപരിചരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വസു ജന്മം കൊണ്ടത് എന്ന് പറയുന്നത്. അഷ്ടവസുക്കളിലെ പ്രധാനിയാണ് ഉപരിചരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വസു. അപ്പോൾ ആ വസുവാണ് ജന്മമെടുത്തിട്ട് ആരുടെ കൂടെ? ആ കൃതിയുടെ മകനായിട്ട് ജനിച്ചു എന്നാണ് പറയണത്. പിന്നെന്താണ്? ആ ബൃഹദ്രഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർ
ആ വസുവിൻ്റെ പുത്രന്മാരാണ്. ഈ വസുവിൻ്റെ പുത്രന്മാരുണ്ടായി, ബൃഹദ്രഥൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ അവരുടെ പുത്രന്മാരുണ്ടായി എന്നുള്ളതാണ് പറയണത്. അതാണ് ബൃഹദ്രഥ മുഖാസ്തഥ. പിന്നെന്താണ്, ഈ കുശാമ്പൻ, മത്സ്യൻ, പ്രത്യഗ്രൻ, ചേതിപൻ. അതാണ് കുശാമ്പ മത്സ്യപ്രത്യഗ്ര ചേതിപാദ്യശ്ച ചേതിപ. ഇവരൊക്കെ ഈ ഉപരിചര വസുവിൻ്റെ പുത്രന്മാരാണെന്നാണ് പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്, ബൃഹദ്രഥാത് കുശാഗ്രോ അഭൂത് ഋഷഭസ്തസ്യ തൽസുധ. ആ ഇവർ 5 പേരും ചേതി രാജ്യത്തിലെ രാജാക്കന്മാരുണ്ടായിരുന്നു എന്നാണ് പറയണത്, ഈ ഉപരിവസുവിൻ്റെ മക്കളായിട്ട്. അതിൽ ആ ബൃഹദ്രഥനിൽ നിന്ന് കുശാഗ്രനും എന്ന പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഋഷഭൻ എന്ന പേരിൽ ജനിച്ചു എന്നാണ് പറയണത്. നമ്മൾ ആദ്യം കണ്ട ഋഷഭൻ അല്ല കേട്ടോ, പേര് മാത്രമേ ഉള്ളൂ എന്നാണ് പറയണത്. ഇവിടെ നമ്മളിപ്പോൾ ഇതിൽ ചെറിയൊരു കഥയിലേക്ക് നമുക്ക് പോവാം. ഈ ഉപരിചരൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ വസുവിൻ്റെ ജന്മം എന്ന് പറഞ്ഞില്ലേ, ആ കൃതിയുടെ പുത്രനായിട്ട് ഉപരിചരൻ എന്ന് പറഞ്ഞ വസു ജനിച്ചു എന്ന് പറഞ്ഞു. അതിൽ ബൃഹദ്രഥൻ പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ. അപ്പോൾ ആ ഉപരിചര വസുവിൻ്റെ ഒരു കഥയുണ്ട്, അത് നമുക്കൊന്ന് ടച്ച് ചെയ്തിട്ട് പോവാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറയേണ്ട ഒരു കഥയാണ് ഇവിടുന്ന് അങ്ങോട്ട് വരാൻ പോണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥകളൊന്നും ഭാഗവതത്തിൽ പേരേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. പിന്നെ അതെങ്ങനെ ഞാനിങ്ങനെ തപ്പിപ്പിടിച്ച് കഥകളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വായിച്ചു പോകേണ്ട കാര്യമില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ നമ്മൾ കഥകൾ അറിഞ്ഞാൽ നമുക്കത് വായിക്കുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാവും എന്നുള്ള നിരീക്ഷിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ ഈ നമ്മൾ പറയേണ്ട ഇവരൊക്കെ ചേതി രാജ്യത്തിലെ ആൾക്കാരാണെന്ന് പറയേണ്ടായി. ഈ ചേതി രാജ്യത്തിലെ ഉപരിചരൻ എന്ന രാജാവ് നമ്മളുടെ കാര്യം പറഞ്ഞു. ഈ രാജാവ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ തപശക്തി കണ്ടിട്ട് ഇന്ദ്രൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വസുവാണല്ലോ, വസു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസുവിൻ്റെ ജന്മമാണല്ലോ. അപ്പോൾ തപശക്തി കണ്ടിട്ട് ഇന്ദ്രൻ ഒരു പളുങ്കിൻ്റെ വിമാനം കൊടുത്തു, മുത്തക്കുള്ള ഒരു നല്ല വിമാനം, എല്ലാം വിസിബിളാണ്, കാണാൻ പറ്റും, ലോകം മുഴുക്കെ കാണാൻ പറ്റും. പളുങ്ക് നിറത്തിലൊരു വിമാനം സമ്മാനിച്ചു എന്നാണ് പറഞ്ഞത്. ആ വിമാനം കൊണ്ട് ഈ ഭൂമിയും ആകാശത്തും ഉപരിചരൻ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഉപരിചരന് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇന്ദ്രൻ ഇങ്ങനെ വിമാനം കൊടുക്കാൻ വേറെ കാരണമൊന്നുമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ഭയങ്കര തപശക്തിയുള്ള ആളാണ് ഇന്ദ്രൻ. അപ്പോൾ പതുക്കെ കണ്ടിട്ട് ഈ ഉപരിചരൻ മെല്ലെ കൂടിയിട്ട് ഈ എൻ്റെ ഇതിനെ രാജ്യം സ്വർഗം കൈക്കലാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് എന്തുണ്ടായത്, ഈ ഉപരിചരനെ ഒരു കോംപ്രമൈസിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഇന്ദ്രൻ പോയിട്ട് ഒരു പളുങ്ക് വിമാനമൊക്കെ സമ്മാനിച്ച് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് മാറ്റി എന്നാണ് പറയണത്. അപ്പോൾ അവർ തമ്മിൽ അത് സന്തോഷിച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യസാധ്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുക്കില്ല. അതേമാതിരി ഇന്ദ്രൻ സ്നേഹം ഉണ്ടായിട്ടൊന്നല്ല, ഇന്ദ്രൻ അത് ഒരു പളുങ്ക് വിമാനമൊക്കെ കൊടുത്തു. ഇയാൾ ഉപരിചരൻ അതുകൊണ്ട് ഭൂമിയിലും ആകാശത്തൊക്കെ സഞ്ചരിച്ചും കൊണ്ട് അങ്ങനെ നടന്നു. അതൊരു വസു ഉണ്ടായിരുന്നത്, അതാണ് ഉപരിചരൻ എന്ന് പറഞ്ഞ രാജാവ് ചേതിരാജ്യത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. പിന്നെ ആ രാജാവിൻ്റെ പത്നിയുടെ പേരാണ് ഗിരിക എന്നാണ് രാജാവിൻ്റെ പത്നിയുടെ പേര്. നല്ല സുന്ദരിയായ പത്നി ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഈ ഗിരിക ഒരു ദിവസം രാജാവിനോട് പറഞ്ഞു, രാജാവേ, എനിക്കൊരു പുത്രനൊക്കെ വേണം. അങ്ങിങ്ങനെ തപസ് ശക്തി ഇങ്ങനെ പളുങ്ക് വിമാനത്തിൽ നടന്നാലൊന്നും പോരാ. അസുരന്മാരെ തോൽപ്പിക്കാൻ വേണ്ടി ദേവന്മാർക്ക് യുദ്ധം ചെയ്താലൊന്നും പോരാ, എനിക്കൊരു മകനെയൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്തേ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉപരിചരൻ്റെ പിതാവ് ഉണ്ടായിരുന്നു. അന്നേ ദിവസം തന്നെ പിതാവ് ആ ഉപരിചരനെ നായാട്ടിനായിട്ട് പറഞ്ഞു. അച്ഛൻ മകനെ നായാട്ടിന് പോയിട്ട് വാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വേട്ടയ്ക്ക് പോണ സമയത്ത് എന്തുണ്ടായിച്ചിട്ടുണ്ടെങ്കിൽ രാജാവ് പത്നീനെ പറയുണ്ടായില്ലേ, ഇങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള പളുങ്ക് വിമാനത്തിലൊക്കെ വന്ന ദിവസം
വന്നു. ഭാര്യ പറഞ്ഞു എനിക്കൊരു കുട്ടി വേണമെന്ന് പറഞ്ഞു. കുറേ കാലത്തിന് ശേഷമാണ് ഭർത്താവ് വരണത്. അപ്പോൾ ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞു. ഓ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു, തരാമെന്നും പറഞ്ഞു. അന്ന് തന്നെ ആ ഉപരിചരൻ്റെ അച്ഛൻ പോയിട്ട് അയാളെ നായാട്ടിന് പോകാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് അനുസരിക്കാൻ വേണ്ടി നായാട്ടിനും പോയി. അപ്പോൾ മനസ്സിൽ എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഭാര്യയായിട്ട് സംഗമം ചെയ്യാൻ പറ്റിയില്ല. ആ സംഗമം ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സ് വികാരാധീനനായിട്ട് അദ്ദേഹത്തിന് ഒരു ശുക്ലസ്ഖലനം ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ആ സ്ഖലനം എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിച്ചപ്പോൾ രാജാവ് ഈ ഉപരിചരൻ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വീരത്തിനെ ഒരു പരുന്തിൻ്റെ കയ്യിൽ പൊതിഞ്ഞിട്ട് രാജ്ഞിക്ക് കൊടുത്തയച്ചു എന്നാണ് കഥ. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും കഥയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. കഥയിലങ്ങളുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ കഥ ഉണ്ടാവാനൊക്കെ. അപ്പോൾ രാജ്ഞിയുടെ അടുത്ത പരുന്തിൻ്റെ കയ്യിൽ ഉപരിചരം പറഞ്ഞു, പരുന്ത് നീ പോയിട്ട് രാജ്ഞിക്ക് കൊണ്ടേ കൊടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് രാജ്ഞിക്ക് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാജ്ഞിക്ക് കൊടുത്തയച്ചപ്പോൾ വഴിക്ക് വെച്ചിട്ട് ഈ പരുന്തിനെ ആക്രമിക്കാൻ വേണ്ടി വേറെ പരുന്തുകൾ കൂടി വന്നപ്പോൾ പരുന്തുകൾ തമ്മിൽ വഴക്കായി. ഈ പരുന്തിൻ്റെ ചുണ്ടിൽ എന്തോ ഒരു ഇലപ്പൊതിയിൽ എന്തോ കണ്ടതിന് ശേഷം മറ്റുള്ള പരുന്ത് തിന്നാനുള്ള സാധന വിചാരിച്ചിട്ടാണ് ആ കുമ്പിള് പിടിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ള പരുന്തുകൾ വന്നപ്പോൾ ഈ പരുന്ത് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുമ്പിള് താഴേക്ക് ഇട്ടു എന്നാണ് പറയണത്. അത് താഴേക്കിട്ടപ്പോൾ അതൊരു മീൻ ഭക്ഷിച്ചു. തടാകത്തിലാണ് വീണത്. അത് കിട്ടിയ വഴിക്ക് മീൻ ഭക്ഷിച്ചു. ആ മീൻ ഒരു മഹർഷിയുടെ ശാപം കൊണ്ട് അദ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്സരസ ഉണ്ടാകുന്നത്. അതിനാണ് ഈ വീര്യം, ഈ ഉപരിചര രാജാവിൻ്റെ വീര്യം കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ മീൻ അത് കഴിച്ചപ്പോൾ അത് ഗർഭിണിയായി. 10 മാസം കഴിഞ്ഞപ്പോൾ ഒരു മുക്കുവൻ അതിനെ വലവീശി പിടിച്ചു. അത് വയറ് കീറി നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടിയേനും പെൺകുട്ടിയേനും കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഈ 2 കുട്ടികൾക്കും മത്സ്യത്തിൻ്റെ ഉള്ളിലായത് കാരണം അവർക്ക് മത്സ്യത്തിൻ്റെ ഗന്ധം ഉണ്ടായിരുന്നതെന്നാണ് പറയണത്. അപ്പോൾ ഉപരിചരൻ അങ്ങനെ തിരിച്ച് വന്നു നാട്ടിൽ എത്തി ഭാര്യയായിട്ട് പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായി. അവരൊക്കെ സുഖമായിട്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ മുക്കുവൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കുട്ടികളെ എടുത്തിട്ട് ഉപരിചരൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ 2 കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപരിചരന് മനസ്സിലായി, വസുവാണല്ലോ, കാര്യങ്ങൾ മനസ്സിലായി, ഇന്നതാണ് തൻ്റെ കുട്ടികൾ തന്നെയാണെന്ന് മനസ്സിലായി. ഉപരിചര രാജാവ് ആ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും വളർത്തിണ്ടാക്കി വലുതാക്കി. ആൺകുട്ടിക്ക് മത്സ്യൻ എന്ന പേര് നൽകി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് സ്വീകരിച്ചു. പെൺകുട്ടി എന്നെ പറഞ്ഞു, മുക്കുവ നീ ഒരു കാര്യം ചെയ്തോ, നീ പെൺകുട്ടി നീ എന്നെ വെച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് ആൺകുട്ടിയെ മതി. അങ്ങനെയാണ് പറയാം മത്സ്യവംശം എന്ന് പറഞ്ഞിട്ട് വംശം ഉണ്ടായി. മത്സ്യം എന്ന് പറഞ്ഞിട്ടുള്ള പേരോട് കൂടിയിട്ട് ആ രാജാവിനുണ്ടായി. അങ്ങനെ മത്സ്യവംശം ഉണ്ടായതെന്നാണ് പറയുന്നത്. ആ പെൺകുട്ടിയെ മുക്കുവനെ തിരിച്ചു കൊടുത്തു. മുക്കുവൻ അതിന് കാളി എന്ന പേര് ഇട്ടു. ആ കാളിക്ക് മത്സ്യഗന്ധമുള്ളത് കാരണം മത്സ്യഗന്ധിനി എന്ന പേര് ഉണ്ടായി എന്നാണ് പറയുന്നത്. ഈ മത്സ്യഗന്ധിനിയാണ് സത്യവതി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. സത്യവതി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആരാ സത്യവതി? ഈ കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞിട്ടുള്ള വേദവ്യാസൻ്റെ അമ്മയാണ് സത്യവതി. അതാണ് സത്യവതിയുടെ ജനനത്തിൻ്റെ കഥ. അപ്പോൾ ആ ഉപരിവത്സര രാജാവിൻ്റെ ബീജം കൊണ്ടുണ്ടായതാണ് ഈ സത്യവതി എന്നും മത്സ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഉണ്ടായത്. ആ മത്സ്യഗന്ധി മുക്കുവനെടുത്ത് വളർത്താനുള്ള കാരണം, സത്യവതി എടുത്ത് സുന്ദരിയായിട്ട് രാജകുമാരി എടുത്ത് വളർത്താനുള്ള കാരണം ഇതാണെന്നുള്ള കഥയാണ് സത്യവതിയുടെ കാര്യം പറഞ്ഞത്.
അങ്ങനെ സത്യവതിക്ക് അതായത് സത്യവതി പേരായിട്ടില്ല. ഈ കാളി എന്ന് പറഞ്ഞിട്ടുള്ള ആ മത്സ്യഗന്ധിനി അച്ഛൻ്റെ കൂടെ താമസിച്ച് വളർന്ന് വലുതായി ഒരു 18 വയസ്സ് പ്രായമായി. എന്നും ഈ തോണി എടുത്തിട്ട് മത്സ്യം പിടിക്കാനൊക്കെ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ ജീവിച്ച് അവരുടെ ജീവിതം അങ്ങനെ അച്ഛനും മകളും കൂടിയിട്ട് കഴിച്ചു വന്നു എന്നാണ് പറയണത്. അങ്ങനെ ഒരു ദിവസം തോണിയിൽ പോകുമ്പോൾ പരാശര മഹർഷി അധികം വരെയായിരുന്നു. തോണി അക്കരയ്ക്ക് പോകണം. അപ്പോൾ കാളിയെ കണ്ടു. കാളി, നീ എന്നെ ഒന്ന് അക്കരയ്ക്ക് കടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ആ ശരി എന്ന് പറഞ്ഞപ്പോൾ കാളി തോണിയിൽ കയറ്റി. കാളി ഒരു ഭാഗത്ത് ഇരുന്ന് തോണി തുഴയുണ്ടായിരുന്നു. പരാശര മഹർഷി കാളിയെ നോക്കിയപ്പോൾ രാജകുമാരിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടല്ലോ. ആ കാളിയിൽ കാമവികാരമുണ്ടായി എന്നാണ് പറയണത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ആകാശത്തിൽ നല്ലൊരു മുഹൂർത്തം, അഭിജിത്ത് പറഞ്ഞിട്ടുള്ള ആ നക്ഷത്രം, നല്ലൊരു മുഹൂർത്തം പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ പരാശര മഹർഷി വിചാരിച്ചു, ഈ സമയത്ത് തനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പുത്രനായിട്ട് മാറും എന്നുള്ള ആ ദീർഘവീക്ഷണം പരാശര മഹർഷിക്ക് ഉണ്ടായി എന്നാണ് പറയണത്. മനസ്സിലാക്കണം കേട്ടോ. ആ പരാശര മഹർഷി ഇങ്ങനെ വിചാരിച്ചപ്പോൾ മുന്നിലിരിക്കുന്ന കാളിയെ നോക്കി. അപ്പോൾ ഈ കാളിയിൽ ഈ സമയത്തൊരു പുത്രനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ പുത്രൻ തന്നേക്കാൾ വലിയ ഒരു പുത്രനായിട്ട് മാറുമെന്ന് വിചാരിച്ചിട്ട് കാളിയോട് പറഞ്ഞു, എനിക്ക് തന്നെ കാണുമ്പോൾ എനിക്ക് കാമവികാരം വരുന്നു എന്നൊരു നുണ പറഞ്ഞു. കാരണം എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ മുനി കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഹേ മുനെ, ഞാനൊരു ഒരു സ്ത്രീയാണ്, ഒരു കന്യകയാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. എനിക്ക് അങ്ങയുടെ ആഗ്രഹം ഇപ്പോൾ നടത്തി തരാൻ പറ്റില്ല. ഒരു കന്യകയെ വിവാഹം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടു നടപ്പനുസരിച്ചിട്ട് ചെയ്യണം, എൻ്റെ അച്ഛനോടൊക്കെ ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് നല്ല വിവരത്തോട് കൂടിയിട്ട് ഈ കാളി എന്ന് പറഞ്ഞിട്ടുള്ള മത്സ്യഗന്ധി പരാശരനോട് പറഞ്ഞു. അവൾ പിന്നെയും പറഞ്ഞു, എനിക്ക് എൻ്റെ ദേഹം ആകെ വൃത്തികേടാണ്, ഞാൻ മുക്കുവംശത്തിൽ പെട്ടിട്ടുള്ളതാണ്, എൻ്റെ ദേഹം മുഴുക്ക മത്സ്യഗന്ധം ഉള്ളതാണ്, പോരാത്തതിന് ഇപ്പോൾ പകൽ സമയമാണ്, ഇപ്പോൾ സംഘം ചെയ്യാനും പറ്റില്ല. ഇനി അഥവാ അങ്ങ് ബ്രാഹ്മണനാണ്, ഉയർന്ന കുലത്തിൽ ജനിച്ച ആളാണ്, ഞാനായിട്ട് സംഘം ചെയ്യുകയാണെങ്കിൽ എൻ്റെ മത്സ്യത്തിൻ്റെ മണം അങ്ങേക്ക് പറ്റും. അതുകൊണ്ട് ഇപ്പോൾ അങ്ങ് വിചാരിച്ച കാര്യം നടക്കില്ല എന്ന് ഈ മത്സ്യഗന്ധി പറയേണ്ടായി. പരാശര മഹർഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു മഹർഷിയല്ലേ പരാശര മഹർഷി. പരാശര മഹർഷി പറഞ്ഞു, നീ പേടിക്കണ്ട കാളി, നിൻ്റെ മത്സ്യഗന്ധമൊക്കെ ഞാൻ മാറ്റിത്തരാം എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പരാശരൻ്റെ തപശക്തി കൊണ്ട് കസ്തൂരിയുടെ ഗന്ധം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് പറയുന്നത്. ആ കസ്തൂരിയുടെ മണം അവൾക്കുണ്ടായി. അപ്പം എന്തായാലും മഹർഷി പിന്നാലെ നിന്ന് വിടില്ല എന്ന് കണ്ടപ്പോൾ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെയും പറഞ്ഞു, എനിക്കെൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിക്കാണ്ട പറ്റില്ല. ഞാനിപ്പോൾ അങ്ങയായിട്ട് സംഘം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് എനിക്കൊരു കുട്ടീനെ സമ്മാനിക്കും. ഞാനൊരു കന്യകയാണ്. കന്യകയായിട്ടുള്ള ഞാൻ കുട്ടി കൊണ്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്താ അച്ഛനോട് എന്താ പറയുക? ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കന്യകാത്വം നശിക്കാത്ത രീതിയിൽ അങ്ങയുടെ ഇച്ഛ സാധിച്ചോളൂ എന്ന് പറഞ്ഞു. അതാണ് ഈ നല്ല വിവരമുള്ള
സ്ത്രീയായിരുന്നു കാളി. ആ ഉപരിചര വസുവിൻ്റെ മകളാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കന്യകാത്ത് നശിക്കാതെ ഞാനായിട്ട് സംഘം ചെയ്തോളൂ എന്ന് അവൾ പറഞ്ഞു. ഇനി അഥവാ ഇനി സംഘം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ ഈ കസ്തൂരിഗന്ധം ഉണ്ടല്ലോ അത് വിട്ടുപോവാതെ ഇരിക്കും വേണം എന്നൊരു കണ്ടീഷൻ ഇട്ടു. പരാശര മഹർഷി അതെല്ലാം സമ്മതിച്ചു എന്നാണ് പറയണത്. ഇനിയിപ്പോൾ ഈ പരാശര മഹർഷി ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണ്ടായി വസിഷ്ഠൻ്റെയും അരുന്ധതിയുടെയും കാര്യം ഒരിക്കൽ പറയണ്ടായി. ആ വസിഷ്ഠൻ്റെയും അരുന്ധതിയുടെയും മകനാണ് ശക്തി മഹർഷി എന്ന് ഒരു മഹർഷി ഉണ്ടായിരുന്നു. ആ ശക്തി മഹർഷിയുടെ പുത്രനാണ് പരാശരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പരാശര മഹർഷിക്ക് സത്യവതിയിലുണ്ടായ പുത്രനാണ് കൃഷ്ണദ്വൈപായനൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യാസൻ. വ്യാസന് പിംഗല എന്ന് പറഞ്ഞിട്ടുള്ള ഭാര്യയിൽ ഉണ്ടായ ആളാണ് ശ്രീശുക ബ്രഹ്മർഷി എന്ന് പറഞ്ഞിട്ടുള്ള നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്ന ശ്രീശുക മഹർഷി. ശ്രീശുക ബ്രഹ്മർഷി ദേവഗുരുവായിട്ടുള്ള ആ ബൃഹസ്പതിയുടെയും ശിഷ്യനാണ്. അതാണ് ആ ഒരു എന്താ പറയുക പരമ്പരയുടെ കാര്യം പറയണത്. അപ്പോൾ ഇങ്ങനെ പരാശരൻ എല്ലാം സംബന്ധിച്ച് പുത്രോത്പാദനം നടത്തിയിട്ട് ആ ജനിച്ച കുട്ടിക്ക് ഉടനെ തന്നെ പേരൊക്കെ ഇട്ടു. ഈ എങ്ങനെ പറഞ്ഞത് കന്യകാത്വം നശിക്കാതെ ചെയ്യണം എന്നല്ലേ പറഞ്ഞത്. ആ കന്യകാത്വം നശിക്കാത്ത രീതിയിൽ പരാശര മഹർഷി ഒരു പുകമറ സൃഷ്ടിച്ച് ആരും കാണാതെ സന്താന ഉൽപ്പാദനം നടത്തുകയുണ്ടായി എന്നാണ് പറഞ്ഞത്. 10 മാസം കാക്കേണ്ടിയൊന്നും വന്നില്ല, ആ നിമിഷത്തിലുണ്ടാവണമല്ലോ. അങ്ങനെ വന്ന ആ ജനിച്ച കുട്ടി ഉടനെ അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് എന്നെ എപ്പോൾ വേണമെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ വിളിച്ചോളൂ, ഞാൻ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കോളാം. അമ്മ മനസ്സിൽ വിചാരിച്ചാൽ മതി, ഞാൻ വന്നുകൊണ്ട് അമ്മ അപ്പം പൊക്കോളൂ. പരാശര മഹർഷി അവിടെ നിന്നാണ് പോവുകയും ചെയ്തു. അമ്മയും കുട്ടിയും ബാക്കിയായി. അപ്പോൾ കുട്ടി പറഞ്ഞു, അതൊക്കെ ഉച്ചയ്ക്കായിട്ടേ ഉള്ളൂ, ഉച്ചയ്ക്കാണ് നട്ടുച്ച നേരത്താണ് പരാശര മഹർഷി അക്കരെ കൊണ്ടുപോയി കടത്തി. കുട്ടി ജനിച്ചു. അമ്മ വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് പൊക്കോളൂ, അമ്മയ്ക്ക് എപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് ആഗ്രഹം തോന്നുമ്പോൾ എന്നെ ഒന്ന് വിചാരിച്ചാൽ മതി, ഞാനവിടെ എത്തിക്കൊണ്ട് ഞാനിപ്പോൾ തപസ്സിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് ആ വ്യാസൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃഷ്ണദ്വൈപായനൻ തപസ്സിന് പോയി എന്നാണ് പറയണത്. അപ്പോൾ ഈ കുട്ടി ജനിച്ചത് ഒരു പുകമറ സൃഷ്ടിച്ചിട്ടുള്ള ഒരു ദ്വീപ് മാതിരിയാണ് അത്ര പരാശര മഹർഷി സൃഷ്ടിച്ചത്. ആ ദ്വീപിനെ സൃഷ്ടിക്കുക കാരണം പുകമറയുള്ള സൃഷ്ടിക്കുക കാരണം ദ്വൈപായനൻ എന്ന പേര് ആ കുട്ടിക്ക് ഉണ്ടായി എന്നാണ് പറയുന്നത്. ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ദ്വൈപായനൻ എന്നൊരു പേര് വ്യാസമഹർഷിക്ക് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഈ വ്യാസമഹർഷിയാണ് വേദങ്ങളൊക്കെ രചിച്ചിട്ടുള്ള ആൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പം നമുക്ക് ആ ഉപരിചര വസുവിൻ്റെ കാര്യം പറഞ്ഞു. അതാണ് ഇവിടെ ലിങ്ക് കൊണ്ടുവരാൻ പോണെന്നുണ്ടെങ്കിൽ ഇനി ശന്തനു വിവാഹം കഴിക്കാൻ പോണത് ആ കഥകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ പാണ്ഡവ വംശത്തിൻ്റെ ആ ലിങ്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ സത്യവതിയും ഇങ്ങനത്തെ ഒരു കാര്യം ശന്തനുവിൻ്റെ കാര്യം പറയാൻ പോണത്. ശന്തനു വിവാഹം കഴിക്കുന്നതിൻ്റെ കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു. ശന്തനു പറഞ്ഞ വേറൊരാൾ ഒരു മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവാണ്. നമുക്ക് ആ സമയം വരുമ്പോൾ പറയാം. ഇപ്പോൾ ഈ ഉപരിചരൻ എന്ന രാജാവിൻ്റെ കഥ വന്നപ്പോഴാണ് ഇങ്ങനത്തെ ഒരു കാര്യം നമുക്ക് പറയാനുണ്ടായത്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ആ 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറയുകയുണ്ടായി, ഇതാണ് കുശാമ്പൻ, മത്സ്യൻ, പ്രത്യഗ്രൻ, ചേതിവൻ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ ഉപരിചര വസുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. ഇവർ 5 പേരും
ചേതി രാജ്യത്തിലെ രാജാക്കന്മാരായിരുന്നു എന്നാണ്. അതാണ് മത്സ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള മകൻ്റെ കാര്യമൊക്കെ പറയണത്. പിന്നെന്താണ് നമ്മൾ പറഞ്ഞു നിർത്തി, ബൃഹദ്രഥനിൽ നിന്ന് കുശാഗ്രനും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഋഷഭനും ജനിച്ചു എന്ന് പറയുണ്ടായി. അടുത്തെന്താ പറയണത്? ജജ്ഞേ സത്യഹിതോപ്യത്യം പുഷ്പവാം തത്സുതോ ജഹു അന്യസ്യാം ചാപി ഭാര്യായാം ശകലേ ദ്വേ ബൃഹദ്രഥാത് എന്നാണ് പറഞ്ഞത്. ആ ഋഷഭൻ്റെ പുത്രൻ സത്യഹിതൻ, നേരത്തെ പറഞ്ഞില്ലേ ഋഷഭസ്തസ്യ തത്സുത എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ പുത്രനാണ് പുഷ്പവാൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ. അതാണ് പുഷ്പവാൻ തത്സുതോ ജുഹു. ആ അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ജുഹു എന്ന് പേരായിട്ടുള്ള പുത്രൻ, ജുഹു. പിന്നെന്താണ്? അന്യസ്യാം ചാപി ഭാര്യായാം. ഈ ബൃഹദ്രഥന് 2 പത്നിമാരുണ്ടായിരുന്നു. ആദ്യത്തെ പത്നിയുടെ കാര്യമാണ് മകനാണ് പറഞ്ഞതാണ് ഈ പറഞ്ഞ ജുഹു എന്ന് പറഞ്ഞിട്ടുള്ള മകനൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞു. ആ ബൃഹദ്രഥന് 2 പത്നിമാരിൽ രണ്ടാമത്തെ പത്നിയിൽ ഒരു കുട്ടി ഉണ്ടായി. ശകലേ ദ്വേ ബൃഹദ്രഥ എന്നാണ് പറയണത്. ആ ബൃഹദ്രഥന് രണ്ടാമത്തെ പത്നിയിൽ ഉണ്ടായ കുട്ടി 2 കഷ്ണങ്ങളായിട്ടാണ് അത്ര ജനിച്ചതെന്നാണ് പറയണത്. അതായത് ഒരു ഉടൽ 2 ഭാഗങ്ങളിലാക്കിയിട്ട് പകുതിയായിട്ടാണ് അത്ര ജനിച്ചത്. നമ്മളാ കഥ അറിയാലോ നമുക്ക്. അപ്പോൾ ഒരു ഉടലിൻ്റെ ഒരു കാല്, ഒരു കയ്യ്, ഒരു കണ്ണ്, ഒരു മൂക്ക്, അങ്ങനെ നേരെ നടുകീറി അങ്ങനെ ഉണ്ടാവും. അതുമാതിരിയാണ് അത്രേ ഉണ്ടായത്. 2 പകുതികളായിട്ട് ജനിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടായി? രാജ്ഞി എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ 8ാം ശ്ലോകത്തിൽ പറയണത്, തേ മാത്ര ബഹിരുത്സൃഷ്ടേ ജരയാ ചാഭിസന്ധിതേ ജീവജീവേതി ക്രീഡന്ത്യ ജരാസന്ധ അഭവത് സുത. രാജ്ഞിമാർ ഈ ശരീരശകലങ്ങളെ ശ്മശാനത്തിൽ അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്നാണ് പറയണത്. അതായത് ആ ബൃഹദ്രഥൻ്റെ രണ്ടാമത്തെ ഭാര്യ ആ കുട്ടികളുടെ 2 ശരീരങ്ങളെ കൊണ്ടുപോയിട്ട് കാട്ടിൽ ഉപേക്ഷിച്ചു. അപ്പോൾ ജര എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസി ആ ശരീരത്തിന് ഒരുമിച്ചാണ് കൂട്ടി യോജിപ്പിച്ചിട്ട് ജീവജീവേദി, ജീവിക്കൂ എന്ന് പറഞ്ഞിട്ട് ക്രീഡന്തി, കളിച്ചും കൊണ്ട് എന്നാണ് പറഞ്ഞത്. 2 പാവ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഉണ്ടായേ? ആ പാവ കിട്ടിയപ്പോൾ അത് രാക്ഷസിക്കൊരു കാണുമ്പോൾ ഒരു രസം തോന്നി. ആ പാവയെ കൂട്ടിയിട്ട് ജീവിക്കേ എന്ന് പറഞ്ഞിട്ട് 2 കൂടെ കൂട്ടിയാണ് യോജിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അതോടെ ആ കുട്ടിക്ക് ജീവനുണ്ടായി ഇത്രേ. ആ കുട്ടിയാണ് ജര കൂട്ടി യോജിപ്പിച്ചതുകൊണ്ട് ആ കുട്ടിക്ക് ജരാസന്ധൻ എന്ന പേരിൽ പ്രസിദ്ധനായിട്ട് തീർന്നു എന്നുള്ളതാണ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാക്കണം. ഇനി ആ ജരാസന്ധൻ്റെ മക്കൾ ആരായിരുന്നു 9ാമത്തെ ഇതിൽ പറയണത്. തതശ്ച സഹദേവ അഭൂത് സോമാഭിർ ശ്രുതശ്രവ പരീക്ഷിതനപത്യ അഭൂത് സുരഥോ നാമ ജാഹ്നവ എന്നാണ് പറയണത്. ജരാസന്ധൻ്റെ മകനായിരുന്നു സഹദേവൻ. ആ സഹദേവൻ്റെ പുത്രനാണ് സോമാഭി എന്ന് പറയുന്നത്. ആ സോമാഭിയുടെ മകനാണ് ശ്രുതസവസ് എന്ന് പറയണത്. അങ്ങനെയാണ് അത്ര ജരാസന്ധൻ്റെ ഇത് പറയണത്. പിന്നെ ആ കുരുവിൻ്റെ നമ്മളിപ്പോൾ പുത്രനായിട്ടുള്ള സുധനുസിൻ്റെ കാര്യം പറയേണ്ടായി. അതുമാതിരി 2ാമത്തെ ആളാണ് കുരുവിന് 4 പുത്രന്മാരുണ്ട് പറഞ്ഞില്ലേ. അതിൽ പരീക്ഷിച്ച സുധനുസ്, ജന്നു, നിഷദാശ് എന്ന് പറയില്ലേ. സുധനുസിൻ്റെ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറയാണ്, ഈ പരീക്ഷത്തെ ആ കുരുവിൻ്റെ പുത്രനായിട്ടുള്ള പരീക്ഷത്തിന് സന്തതികളൊന്നും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. അതാണ് പരീക്ഷിത് അനപത്യ അഭൂത് സുരഥോ നാമജാഹ്നവ. പരീക്ഷത്തിന് കുട്ടികളൊന്നും ഉണ്ടായില്ല. ആ 3ാമത്തെ പുത്രനായിട്ടുള്ള ജന്നു പറഞ്ഞിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പുത്രനാണ്, കുരുവിൻ്റെ ജന്നു പറഞ്ഞ പുത്രൻ്റെ മകനാണ് സുരഥൻ. അതാണ് സുരഥോ നാമ ജാഹ്നവ. ജാഹ്നവൻ എന്ന് പറഞ്ഞാൽ ജനുവിൻ്റെ പുത്രൻ. അപ്പോൾ നമ്മളിപ്പോൾ അതിൽ പറയുണ്ടായി, സുധനുസിൻ്റെയും പരീക്ഷത്തിന് കുട്ടികളില്ല. സുധനുസിൻ്റെ നമ്മൾ പറഞ്ഞു ജരാസന്ധൻ ആ വംശത്തിലുണ്ടായിട്ടുള്ളതാണ്. ജനുവിൻ്റെ പുത്രനാണ് ഈ സുരഥൻ എന്ന് പറയണത്. പിന്നെന്താ പറയണത്?
തഥോ വിദൂരതത്തസ്മാത് സാർവഭൗമസ്തഥോഭവത് ജയസേനത്തനയോ രാധികോധോ അയുധോ ഹ്യഭൂത് എന്നാണ് പറഞ്ഞത്. ആ സുരഥനിൽ നിന്ന് വിദൂരതൻ എന്ന് പറഞ്ഞ പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനായിട്ട് സാർവഭൗമൻ എന്ന് പറഞ്ഞ പുത്രനുണ്ടായി. സാർവഭൗമൻ്റെ മകനാണ് ജയസേനൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രനുണ്ടായി. അദ്ദേഹത്തിൻ്റെ മകനാണ് രാധികൻ എന്ന് പറഞ്ഞിട്ടുണ്ടായി. ആ രാധികൻ്റെ മകനാണ് അയുധൻ എന്ന പേരിലുണ്ടായി എന്നാണ് പറഞ്ഞത്. പിന്നെന്താണ്? അയുധൻ്റെ പുത്രനാണ് തതശ്ച ക്രോധനസ്തസ്മാത് ദേവാതിഥിരമുഷ്യച്ച ഹൃഷ്യസ്തസ്യ ദിലീപഭൂത് പ്രദീപസ്തസ്യ ചാത്മക. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ അയുധൻ്റെ പുത്രനാണ് ക്രോധനൻ എന്ന് പറഞ്ഞിട്ടുള്ള പുത്രൻ. ക്രോധനൻ്റെ പുത്രനായിട്ട് ദേവാതിഥി പറഞ്ഞിട്ടൊരു പുത്രനുണ്ടായി. ആ ദേവാതിഥിയുടെ പുത്രനാണ് ഹൃഷ്യൻ എന്ന് പറഞ്ഞൊരു പുത്രനുണ്ടായി. ആ ഹൃഷ്യൻ്റെ പുത്രനാണ് ദിലീപൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഉണ്ടായത്. ആ ദിലീപൻ്റെ പുത്രനാണ് പ്രദീപൻ എന്ന രാജാവ് ഉണ്ടായി എന്നാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയണതാണ്. ഹൃഷ്യസ്തസ്യ ദിലീപോ അഭൂത് പ്രദീപസ്തസ്യ ചാത്മക. അങ്ങനെ ആ ദിലീപൻ്റെ പുത്രനായിട്ട് പ്രദീപൻ എന്ന പേരിൽ പുത്രനുണ്ടായി എന്നാണ് പറയണത്. ഇനി ആ പ്രദീപൻ്റെ പുത്രന്മാരാണ് 3 പുത്രന്മാരുണ്ടായി. അതാണ് ദേവാബി എന്ന് പറഞ്ഞൊരു പുത്രനുണ്ടായി. ശന്തനു എന്ന് പറഞ്ഞൊരു പുത്രനുണ്ടായി. ബാൽഹീകൻ എന്ന പുത്രനുണ്ടായി. പ്രദീപൻ എന്ന മഹാരാജാവിന് ദേവാബി, ശന്തനു, ബാൽഹീകൻ എന്ന് പറഞ്ഞ 3 പുത്രന്മാരുണ്ടായി എന്നാണ് പറയണത്. അപ്പോൾ അതിൽ ദേവാബി എന്ന് പറഞ്ഞിട്ടുള്ള ആ പുത്രൻ എന്തുണ്ടായത്? പിതൃരാജ്യം പരിത്യജ്യ എന്നാണ് പറഞ്ഞത്. പിതൃരാജ്യം പരിത്യജ്യ ദേവാബി തും വനം ഗത. അച്ഛൻ്റെ രാജ്യം പരിത്യജിച്ചും കൊണ്ട് ഉപേക്ഷിച്ചും കൊണ്ട് ഹേ പരീക്ഷിത്ത് മഹാരാജാവേ ദേവാബി തപസ് ചെയ്യാൻ പോവുകയുണ്ടായേ എന്നാണ് പറയണത്. അപ്പോൾ നമ്മളാ ഗ്രിപ്പ് വിടരുത് കേട്ടോ. അതായത് ജന്നുവിൻ്റെ വംശത്തിലുള്ള ദിലീപൻ പറഞ്ഞ രാജാവിൻ്റെ മകനായിട്ട് പ്രദീപൻ എന്ന രാജാവുണ്ടായി. ആ രാജാവിൻ്റെ മക്കളാണ് ദേവാബിയും ശന്തനുവും ബാൽഹീകനും പറഞ്ഞത്. ഈ ശന്തനുവിൻ്റെ വംശമാണ് ഇനി പറയാൻ പോകുന്നത്. ദേവാബി സന്യസിക്കാൻ പോയി ശന്തനുവിൻ്റെ കഥയാണ് ഇവിടുന്ന് വരാൻ പോണത്. ഈ ശന്തനു മഹാരാജാവായിട്ട് ദേവാബി പോയപ്പോൾ ശന്തനു മഹാരാജാവായിട്ട് മാറി എന്നുള്ളതാണ് ആ പറയണതിൻ്റെ അർത്ഥം. എന്താ പറയണത്? 13ാം ശ്ലോകത്തിൽ അഭവ ശന്തനു രാജ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശന്തനു രാജാവായിട്ട് തീർന്നു. പിന്നെന്താ പറയണത്? അദ്ദേഹം ഉണ്ടാകുന്നല്ലോ പ്രാങ് മഹാഭിഷസപ്ഞിത എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പണ്ട് മഹാഭിഷൻ എന്ന് പറഞ്ഞ പേരുള്ള പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ശന്തനുവിൻ്റെ മുമ്പത്തെ ജന്മത്തിൽ മഹാഭിഷൻ എന്ന് പറഞ്ഞ രാജാവായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. പിന്നെന്താണ്? യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേതിസ. ഈ മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ രാജാവ് ആയതുകൊണ്ട്, പ്രസിദ്ധനായ രാജാവായതുകൊണ്ട് അയാൾ 1000 യാഗങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു മഹാഭിഷൻ 1000 യാഗങ്ങൾ ചെയ്ത് പ്രസിദ്ധനായിട്ടുള്ള ആളാണ് ഉണ്ടായിരുന്നത്. ആ 1000 യാഗങ്ങൾ ചെയ്തത് കാരണം അദ്ദേഹത്തിന് ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ പറ്റി എന്നാണ് പറയുന്നത്. 100 യാഗങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗലോകത്തിലേക്ക് എത്താൻ പറ്റും. 1000 യാഗങ്ങൾ ചെയ്താലാണ് ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ മഹാഭിഷന് ഒരു ഇതുണ്ട്, പ്രത്യേകത ഉണ്ട്. യം യം കരാഭ്യാം, എന്തെങ്കിലും സാധനം തൻ്റെ കരങ്ങളെ കൊണ്ട് തൊടുകയാണെന്നുണ്ടെങ്കിൽ, അതാണ് യം യം കരാഭ്യാം സ്പൃശതി ജീർണം യൗവനമേജിസ എന്നാണ് പറഞ്ഞത്.
ശന്തനു തൻ്റെ കൈകളെ കൊണ്ട് എന്തെങ്കിലും തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൃദ്ധന്മാരായ ആൾക്കാരെല്ലാം യുവാക്കളായിട്ട് മാറും. ഇനി വല്ല ഉണങ്ങിയ വല്ല ചെടികളൊക്കെ ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം പോയിട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ തളിർത്ത് വരും എന്നാണ് പറയണത്. അതാണ് യം യം കരാഭ്യ സ്പൃശതി ജീർണം യൗവനമേജിസ. അതുകൊണ്ടാണ് ശന്തനു എന്ന പേര് കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ശം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം. എല്ലാവർക്കും മംഗളം ഉണ്ടാക്കുന്നവനാണ് ശം തനോ ഇതി ശന്തനു എന്ന് പറയണത്. എല്ലാവർക്കും മംഗളം ഉണ്ടാക്കുന്ന ആളായത് കൊണ്ട് അവന് ശന്തനു എന്ന പേരിലാണ് ആ പ്രദീപൻ എന്ന രാജാവ് പേരിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രസിദ്ധനായിട്ട് തീർന്നു അത്രേ ഈ ശന്തനു മഹാരാജാവ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു കഥയിലേക്ക് പോവാം. ഈ മഹാഭിഷൻ ആരായിരുന്നു എന്നുള്ള ഒരു കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കഥയുടെ ഉള്ളിൽ കൂടെ കഥ പറഞ്ഞാലാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കുരുവംശത്തിലെ പറയണത്, പണ്ട് ഇക്ഷാകു വംശത്തിൽ മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. അദ്ദേഹത്തിന് 1000 പറയണ്ടായി, യാഗങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് മുളയ്ക്ക് പോയി എന്ന് പറയണ്ടായി. ബ്രഹ്മസന്നിധിയിൽ അവിടുത്തെ വലിയ കസേരയിലൊക്കെ ഇരിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബ്രഹ്മസന്നിധിയിൽ ഗംഗാദേവി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മസന്നിധിയിൽ ഗംഗാദേവി എല്ലാ ആൾക്കാരും ബ്രഹ്മസന്നിധിയിലുണ്ട്. ബ്രഹ്മസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാറ്റ് വരികയുണ്ടായി. അപ്പോൾ ചെറിയ കാറ്റ് വന്നപ്പോൾ ഗംഗാദേവി ധരിച്ചിരുന്ന വസ്ത്രം കുറച്ചൊന്ന് മാറിപ്പോയി എന്നാണ് പറയണത്. ആ ഗംഗാദേവിയുടെ നഗ്നത കുറച്ച് കാണാനിടയായി എന്നാണ് പറയണത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മഹാരാജാവാണ്, 1000 യാഗം ചെയ്തിട്ടുള്ള ആളാണ്, പേര് കേട്ടിട്ടുള്ള ആളാണ്. ഗംഗാദേവിക്കും മനസ്സിൻ്റെ ഉള്ളിൽ കുറച്ചൊരു വികാരം ഉണ്ടായി ആരെ കണ്ടപ്പോൾ, മഹാഭിഷനെ കണ്ടപ്പോൾ. ഇതറിഞ്ഞിട്ട് ആ കാമദേവൻ മന്ദമാരുതനെ കൊണ്ട് ഗംഗാദേവിയുടെ വസ്ത്രത്തിനെ കുറച്ചൊന്ന് അങ്ങോട്ട് മാറ്റിയപ്പോൾ ആ ഗംഗാദേവിയുടെ ശരീരം കണ്ടത് കാരണം കൊണ്ട് മഹാഭിഷന് അവളോട് സ്നേഹമായി, ഗംഗാദേവിക്ക് മഹാഭിഷനോട് സ്നേഹമായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ ആ കാമദേവൻ്റെ കാമം കൊണ്ട് 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ആ തൻ്റെ നിലയൊക്കെ മറന്നിട്ട് ആ ബ്രഹ്മലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഇരുന്നു എന്നാണ് പറയണത്. അങ്ങനെയാണല്ലോ കഥ. ആ കാമദേവൻ വന്നു കഴിഞ്ഞപ്പോൾ അവർ ബ്രഹ്മത സന്നിധിയിലാണ് ഇരിക്കണം എന്നുള്ളതൊക്കെ മറന്ന് ഗംഗാദേവിയും ഈ മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ രാജാവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരുന്നു എന്നാണ് പറയണത്. ഇത് ബ്രഹ്മാവിന് ഇഷ്ടപ്പെട്ടില്ല. എല്ലാവരും സഭയിലിരിക്കുമ്പോൾ, ബ്രഹ്മസഭയിൽ ഇരിക്കുമ്പോൾ 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രഹ്മസഭയിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ വിവശരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ 2 പേരെയും ബ്രഹ്മദേവൻ ശപിച്ചു എന്നാണ് പറയണത്. ബ്രഹ്മസഭയെ അലങ്കോലപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾ 2 പേരും ഭൂമിയിൽ പോയിട്ട് നിങ്ങളുടെ കാമദാഹം തീർത്തിട്ട് വരാൻ പറഞ്ഞിട്ട് 2 പേരേനെയും ശപിച്ച് ബ്രഹ്മലോകത്തിൽ നിന്ന് പുറത്താക്കി. ഗംഗാദേവിയേനെയും അതുമാതിരി ഈ മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ രാജാവിനെയും പിടിച്ച് പുറത്താക്കി എന്നാണ് പറയണത്. ആ മഹാഭിഷനാണ് ഈ പ്രദീപൻ്റെ മകനായിട്ട് ശന്തനു എന്ന പേരിൽ ജനിച്ചത് എന്ന് പറഞ്ഞത്. അതാണ് മഹാഭിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് ശന്തനുവായിട്ട് ജനിച്ചത്. ആ മഹാഭിഷനാണ് 1000 യാഗങ്ങൾ ചെയ്ത് പുണ്യം നടത്തിയിട്ടുള്ള ആളാണ്. അതാണ് തൊട്ടതൊക്കെ വൃദ്ധരായിട്ടുണ്ടെങ്കിൽ യൗവനക്കാരായെന്ന് നേരത്തെ പറഞ്ഞില്ലേ, ആ പ്രദീപനായിട്ട് ആയിരുന്നാണ് പറയണത്.
അപ്പോൾ ആ സമയത്താണ് അഷ്ടവസുക്കൾ, 8 വസുക്കളുണ്ട്, അവർ വന്നിട്ട് ശന്തനുവിൻ്റെയും ഗംഗയുടെയും പുത്രനായി പറഞ്ഞ ഒരു കഥയുണ്ട്. ആ അഷ്ടവസുക്കളുടെ ശാപം തീർക്കാനാണ് ഇങ്ങനത്തെ ഒരു സീന് ബ്രഹ്മസഭയിൽ ഭഗവാൻ ഉണ്ടാക്കി തീർത്തത്. അഷ്ടവസുക്കൾക്ക് ശാപം കിട്ടി. എങ്ങനെ ശാപം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരിക്കലും അഷ്ടവസുക്കൾ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ കാമധേനുവിൻ്റെ മകളായിട്ടുള്ള നന്ദിനിയെ കണ്ടു. അപ്പോൾ നന്ദിനിയെ കണ്ടപ്പോൾ അഷ്ടവസുക്കൾക്ക് ഇഷ്ടമായി. എന്താ എല്ലാം കൊടുക്കണമെന്ന് നന്ദിനി, കാമധേനുവിൻ്റെ മകളുമാണ്, നല്ല സുന്ദരിയാണ്. എന്നിട്ട് വസിഷ്ഠ മഹർഷിയോട് ചോദിക്കാതെ ആ 8 പേരും കൂടിയിട്ട് നന്ദിനിയെ ഭൂമിയിലേക്ക് ബലമായി പിടിച്ചു കൊണ്ടുപോയി. വസിഷ്ഠമുനി ആശ്രമത്തിലെത്തിയപ്പോൾ നന്ദിനിയെ കണ്ടില്ല. തൻ്റെ ജ്ഞാനദൃഷ്ടി കൊണ്ട് വിവരമൊക്കെ അറിഞ്ഞ വസിഷ്ഠൻ അവരോട് ഈ അഷ്ടവസുക്കളെ ശപിച്ചു. നിങ്ങൾ പോയിട്ട് മനുഷ്യരായിട്ട് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ശാപം ആര് കൊടുത്തു? വസിഷ്ഠൻ കൊടുത്തു. അങ്ങനെ ഈ അഷ്ടവസുക്കൾക്ക് മനുഷ്യരായിട്ട് ജനിക്കേണ്ട ഒരു യോഗം വന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ വസിഷ്ഠ മഹർഷി ഇങ്ങനെ ശപിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ശപിച്ച കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എന്താ ചെയ്യാന്നായി. നേരെ ഈ അഷ്ടവസുക്കൾ പോയിട്ട് ശാപമോക്ഷമൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതിന് കൂടുതൽ അഷ്ടവസുക്കൾ മൂത്ത ആളാണ്, ഏറ്റവും മൂത്ത ആളാണ് ദ്യൗ എന്ന് പറഞ്ഞിട്ടുള്ള വസുവാണ് അതിൽ മൂത്ത ആൾ. വസിഷ്ഠൻ പറഞ്ഞു, ഹേ ദ്യൗ, നീയല്ലേ ഇവർ അനിയന്മാർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, വേണ്ടാത്ത പറഞ്ഞു കൊടുക്കേണ്ടത്, നീ അത് ചെയ്തില്ലല്ലോ. നിനക്ക് മാത്രം കുറേ കാലം ഭൂമിയിൽ താമസിക്കാൻ യോഗം ഉണ്ടാവും. ബാക്കി 7 പേർക്കും ഓരോരോ വർഷത്തിൽ ശാപമോക്ഷം പ്രാപിച്ചും കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോരാമെന്നും പറഞ്ഞൊരു വരം കൊടുത്തു വസിഷ്ഠമുനി. മുനിമാർ ശപിക്കുകയും ചെയ്യും, വരം കൊടുക്കുകയും ചെയ്യും. നമ്മൾ കഥ എത്തിക്കണ വേറെ ലെവലിലാണോ എത്തിക്കണം കേട്ടോ. അപ്പോൾ അഷ്ടവസുക്കൾ നേരെ ആശ്രമത്തിൽ നിന്ന്, വസിഷ്ഠമുനിൻ്റെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോണ വഴിക്ക് ഗംഗാദേവിയെ കണ്ടു. ഗംഗാദേവി വളരെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് കീഴ്പ്പെട്ട് വിടുകയും ചെയ്തു. വേറെ നിവൃത്തിയില്ല, മഹാവിഷ്ണുവിനെ കാണാനുമില്ല എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അഷ്ടവസുക്കളെ കണ്ടത്. അപ്പോൾ അഷ്ടവസുക്കളോട് കാര്യങ്ങൾ പറഞ്ഞു. ഗംഗാദേവി വേണ്ടു, അതേ എന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഞാനും പോന്നു. ഇനിയിപ്പോൾ മഹാവിഷൻ ശന്തനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവായിട്ട് ജനിക്കാൻ പോകുന്നുണ്ട്. ഒരു ഗംഗാദേവി അമ്മയാണല്ലോ. അഷ്ടവസുക്കളോട് പറഞ്ഞു. അഷ്ടവസുക്കൾ പറഞ്ഞു ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ശപിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ആ അമ്മ അവരെ സമാധാനിപ്പിച്ചു. വസുക്കളെ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ ഭൂമിയിലേക്ക് വന്നിട്ടുണ്ട്. ശന്തനു പറഞ്ഞിട്ടുള്ള ആൾ, പ്രദീപൻ്റെ രാജാവിൻ്റെ മകനായിട്ട് ശന്തനു പറഞ്ഞ ആളുണ്ടാവും. അപ്പോൾ ആ ശന്തനുവിൻ്റെ പത്നിയായിട്ട് ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കയറിക്കൂടിയിട്ട് പത്നി ആയിക്കൊണ്ട്, എന്നിട്ട് ഞാൻ നിങ്ങളൊക്കെ ജനിപ്പിച്ചിട്ട് ഞാൻ ഓരോരോ വർഷം പ്രസവിച്ചതിന് ശേഷം നിങ്ങളെ കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ മോക്ഷം തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗംഗാദേവി അവരെ സമാധാനിപ്പിച്ചു. അഷ്ടവസുക്കൾ പോവുകയും ചെയ്തു. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ശന്തനുവിൻ്റെ അടുത്തെത്തണമല്ലോ. ഗംഗാദേവിക്ക് പരസ്പരം അറിയില്ലല്ലോ. ഗംഗാദേവിക്ക് മാത്രമേ അറിയുള്ളൂ, മഹാവിഷ്ണു അറിയില്ല, ആരാന്ന് അറിയില്ല. ഗംഗാദേവിക്ക് കഥകളൊക്കെ അറിയാം. അങ്ങനെ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് അഷ്ടവസുക്കളൊക്കെ പോയി സമാധാനിപ്പിച്ച് പോയി, നിങ്ങൾ 8 പേര്, അതാണ് 8 പേരാക്കിക്കൊണ്ട് ആ ദ്യൗവിന് മാത്രം കുറേ കാലം ജീവിച്ചിരിക്കണം. ആ
ദ്യൗ എന്ന് പറഞ്ഞിട്ടുള്ള ആ മൂത്ത അഷ്ടവസ്തുക്കളിലെ ശ്രേഷ്ഠനാണ് ഭീഷ്മരായിട്ട് പിന്നെ കുറേ കാലങ്ങളോളം ഈ എല്ലാ കഷ്ടപ്പാടുകളും അറിഞ്ഞ കുറേ കാലങ്ങളോളം ജീവിക്കേണ്ട വന്നിട്ടുള്ള വ്യക്തിയാണ്. അതാണ് അഷ്ടവസ്തുവിലെ ദ്യൗ പറഞ്ഞിട്ടുള്ള മൂത്ത പുത്രൻ. അതാണ് ആ പാണ്ഡവന്മാരുടെ വംശത്തിലെ ആ സെൻട്രൽ പോയിൻ്റ്. അതാണ് ഗംഗാദേവിയുടെ മകനാണല്ലോ, ഗംഗാദത്തൻ ഉണ്ടായതാണല്ലോ. ആർക്ക്? ശന്തനുവിലുണ്ടായതാണല്ലോ. ഇപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ ശന്തനുവിൻ്റെ അച്ഛനായിട്ടുള്ള പ്രദീപൻ ഗംഗാതീരത്തിൽ ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു. ശന്തനു രാജകുമാരനായിട്ട് കൊട്ടാരത്തിലുമുണ്ട്. അച്ഛൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗാദേവി കണ്ടു. ഗംഗാദേവി വന്നിട്ട് ആ ധ്യാനിച്ചിരിക്കണ ആ അച്ഛനായ പ്രദീപൻ്റെ വലത്തെ തുടയിൽ കയറിയിരുന്നു എന്നാണ് പറഞ്ഞത്. വലത്തെ തുടയിൽ വന്നിട്ടിരുന്നു. അപ്പോൾ പ്രദീപൻ അവളോട് ചോദിച്ചു, എന്താ മകളെ നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചു. സാധാരണ പറഞ്ഞു കൊടുക്കുകയാണ്, നീ എൻ്റെ വലത്തെ തുടയിൽ വന്ന് ഇരുന്നു, സന്തോഷമായി. വലത്തെ തുടയിൽ ഇരിക്കാനുള്ള അർഹത പുത്രിമാർക്കും പുത്രവധുവിനും ഇരിക്കാനുള്ള സ്ഥലമാണ് എന്ന് പറയുന്നത്. എല്ലാവരുടെയും വലത്തെ തുടയിൽ പെൺമക്കളെ മരുമക്കളെയൊക്കെ പിടിച്ചിരുത്താം. ഇടത്തെ തുടയിലാണ് ഭാര്യമാരുടെ സ്ഥാനം എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണ് ഇത്ര ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതാണ് നമ്മുടെ ഇടത്ത് ഭാഗം എന്നൊക്കെ പറയണില്ലേ, അത് തന്നെയാണ് സംഗതി, വേറൊന്നുമല്ല. അപ്പോൾ വാമഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ പുത്രിമാർക്കുള്ള സ്ഥലം വലത്തെ തുടയാണ്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യേ, എൻ്റെ മടിയിൽ വന്നിരിക്കുന്ന കാരണം തന്നെ ഞാൻ പുത്രവധുവായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. സമയമാകുമ്പോൾ എൻ്റെ പുത്രൻ വന്നിട്ട് നിന്നെ സ്വീകരിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഗംഗാദേവിക്ക് ആ പ്രദീപൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ, ആ രാജാവ്, അതായത് ശന്തനുവിൻ്റെ അച്ഛൻ, അനുഗ്രഹമൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു. പോണ വഴിക്ക് നീ ഒരു കാര്യം ചെയ്യണം, ആ വനത്തിൽ ഈ ഭാഗത്തേക്ക് ഞാൻ അവനെ പറഞ്ഞയക്കാം, അവനെ സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് അത്രേ പ്രദീപൻ കൊട്ടാരത്തിലേക്ക് പോയി. കൊട്ടാരത്തിൽ പോയിട്ട് പ്രദീപൻ ശന്തനുവിനെ വിളിച്ചു. ശന്തനു, നീ ഒരു കാര്യം ചെയ്യേ, ആ ഇന്ന ഭാഗത്തേക്ക് ഒന്ന് പൊക്കോ, അവിടെ പോയിട്ട് ഏതെങ്കിലും സ്ത്രീയെ വനത്തിൽ നീ കാണുകയാണെന്നുണ്ടെങ്കിൽ അവളെ നീയെ ഭാര്യയായിട്ട് സ്വീകരിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ശന്തനു അവിടെ പോയപ്പോൾ ഗംഗാദേവി ഒരു സ്ത്രീയായിട്ട് വന്ന രൂപത്തിൽ വന്നിട്ട് നിന്നപ്പോൾ ശന്തനു ഗംഗാദേവിയെ സ്വീകരിച്ചു എന്നാണ് പറയണത്. സ്വീകരിച്ചപ്പോൾ തൻ്റെ രാജ്യം എന്ത് ചെയ്തു? ശന്തനു മഹാരാജാവിന് എഴുതി കൊടുത്തു, നീ ഭരിച്ചോ, ഗംഗാദേവിയെ സ്വീകരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പ്രദീപൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് ഭഗവാനെ വാനപ്രസ്ഥത്തിലേക്ക് പോയിട്ട് ഭഗവത് സായുജ്യം പ്രാപിച്ചു എന്നുള്ളതാണ് പറയണത്. എന്തായാലും ഇന്ന് തൽക്കാലം നമുക്ക് നിർത്താം, പറഞ്ഞ് കുറേ കൂടി. അപ്പോൾ ഇനി ഇവിടുന്ന് ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ കണ്ട് ആ കഥ നമുക്ക് നാളെ പറയാം. അതിന് ശേഷത്തെ കാര്യങ്ങൾ നമുക്ക് ഈ വംശപരമ്പര കണ്ടിന്യൂ ചെയ്യാം. ഈ വംശപരമ്പരകൾ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ കേട്ട് ബോറടിക്കാതിരിക്കാനാണ് കേട്ടോ ഇടയ്ക്ക് ഓരോ കഥകളൊക്കെ പറയണത്. കുറേ കഥകൾ ഇഷ്ടംമാതിരി ഉണ്ട്, കുറേ കഥകളുണ്ട്. പിന്നെയുണ്ട് ദശമസ്കന്ധം വന്ന കഥകൾ മാത്രമേ ഉള്ളൂ ഓരോരുത്തരായിട്ട്. എന്തായാലും ആവുന്ന മാതിരിയൊക്കെ നമുക്ക് നോക്കട്ടെ. ഹരേ നാരായണ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.